KPCCയിലെ ചർച്ചകൾ ഇനി ഓണത്തിന് ശേഷം എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ അധ്യക്ഷ സ്ഥാനത്തിനുള്ള തർക്കത്തിനൊപ്പം തന്നെ KPCCയിൽ മറ്റൊരു വശത്ത് സുപ്രധാന പദവികൾ ലക്ഷ്യമിട്ട് MP-മാരുടെയും MLA-മാരുടെയും തർക്കവും രൂക്ഷമായി തുടരുകയാണ്. മാത്രമല്ല ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ നിയമനവും ഈ തർക്കം കാരണം പ്രതിസന്ധിയിലാണ്. ബിനോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, സാധാരണയായി പൊതുപ്രവർത്തനം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ സേവനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവ പരിഗണിച്ചുകൊണ്ടാണ് മുതിർന്ന ആളുകളെ ഇത്തരത്തിൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കും മറ്റ് സുപ്രധാന സ്ഥാനങ്ങളിലേക്കുമൊക്കെ നിയമിക്കുക. ഇപ്പോൾ അതിനും വലിയ രീതിയിൽ ഒരു അവകാശവാദങ്ങൾ KPCCക്ക് ഉള്ളിൽ തന്നെ ഉന്നയിച്ചുകൊണ്ട് നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. ആർക്കൊക്കെ ആയിരിക്കും സാധ്യത? മാത്രമല്ല ഈ ഒരു തർക്കത്തെ എങ്ങനെയാണ് KPCC നേരിടുക? ഓണം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തർക്ക പരിഹാരങ്ങളുടെ ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ദീപദാസ് മുൻഷി ഉടൻ തന്നെ എത്തുന്നുണ്ട്. അവർ പ്രധാനമായും എത്തുന്നത് KPCC അധ്യക്ഷൻ ആരാകും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. പ്രധാനമായും ഈ KPCC പദവിയിലേക്ക് MP-മാരും MLA-മാരും ഒക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനുമെല്ലാം അപ്പുറമായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് നടക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത്. ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ കോൺഗ്രസിൽ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർക്ക് മറ്റ് പദവികൾ, അതായത് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ നൽകരുത് എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചില നേതാക്കന്മാർ പുതിയ അവകാശവാദം ഉന്നയിച്ചെത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ചും KPCC അധ്യക്ഷ പദവിയിലേക്ക്. അതിൽ പ്രധാനമായും ഒന്നിലധികം പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴേക്കും ആന്റണി MP, അടൂർ പ്രകാശ് MP, അങ്ങനെ തുടങ്ങി ബെന്നി ബെഹനാൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അതിനെല്ലാം ഉപരിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പ്രതിനിധിയിലേക്കും ചില നേതാക്കന്മാരുടെ പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ 10-ലധികം പേരുകളാണ് ഇപ്പോൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല KPCC പുനഃസംഘടന പൂർണ്ണമായും നടപ്പിലാക്കണമോ അതോ KPCC അധ്യക്ഷനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ളവരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനം എടുക്കണമെങ്കിൽ അത് AICC ഇടപെടണം. പക്ഷേ AICC ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയായും കടന്നിട്ടില്ല. പക്ഷേ പ്രാഥമിക ഘട്ട ചർച്ചകൾക്കായിട്ടാണ് ദീപദാസ് മുൻഷി ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത്. അവർ കേരളത്തിൽ എത്തിയതിന് ശേഷം ഈ മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കും. പ്രത്യേകിച്ചും ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുത്തതിന് ശേഷമായിരിക്കും KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കുക. മാത്രവുമല്ല 5 DCC അധ്യക്ഷന്മാരാണ് മത്സരത്തിൽ വിജയിച്ച് ഇപ്പോൾ MLA-മാരായിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് DCC അധ്യക്ഷന്മാരെ കണ്ടെത്തണം. അതിനെല്ലാം ഉപരിയായി DCC പുനഃസംഘടനകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് മുന്നിലേക്ക് നിരവധിയായ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. രാഷ്ട്രീയപരമായി ഇവയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ AICC നേതൃത്വം തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം AICC പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം KPCC അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് തർക്കമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരു പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായത്തിലൂടെ ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തും. ഇതിനിടയിൽ സണ്ണി ജോസഫ് അദ്ദേഹത്തിന് 2 പദവി വഹിക്കാൻ കഴിയില്ല. ഒന്ന് വൈദ്യുതി ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അതിനെല്ലാം ഉപരിയായി KPCC അധ്യക്ഷ പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ചുമതലയേറ്റ നാൾ മുതൽ തന്നെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പവർ കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് KPCCക്ക് അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളും തലവേദനകളും. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ AICC തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ദേശീയ തലത്തിൽ വരാൻ പോകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ AICC തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിദ്യാർത്ഥി സമരം തന്നെയാണ്. ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ 800ഓളം സ്ഥലങ്ങളിലാണ് പ്രത്യേക ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രതിഷേധ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലും അത്തരത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കണം. അതിനെല്ലാം ഉപരിയായി ഇനി വരാൻ പോകുന്ന ദിവസത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി, അതായത് അവർ ഉന്നയിക്കപ്പെടുന്നത് ഈ വിദ്യാർത്ഥി സമരത്തെ കൃത്യമായും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക. ഇപ്പോൾ CJP വിദ്യാർത്ഥി സമരത്തിലൂടെ ഉയർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രവർത്തന മേഖല മാറിക്കൊണ്ടിരിക്കുന്നത് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കാനും നീക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസിന് ഈ സമരം, അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കുവാൻ കോൺഗ്രസിന് കഴിയും എന്ന തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് AICC തന്നെ നേരിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ചോദ്യപേപ്പർ പുറത്തായത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വേഗത്തിൽ നടപ്പിലാക്കാനാണ് കോൺഗ്രസിന് നീക്കം. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ കേരളത്തിൽ വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയകാര്യ സമിതിയും KPCC നിർവാഹക സമിതി യോഗങ്ങളും ഉടൻ തന്നെ ചേരും. ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ 2 യോഗങ്ങളും ചേരും. പക്ഷേ ഈ യോഗങ്ങളിൽ KPCC അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യത വളരെ വിരളമാണ്. ഒപ്പം DCC അധ്യക്ഷന്മാർ തിരഞ്ഞെടുക്കുന്ന കാര്യവും പിന്നീട് മാറ്റിവെക്കാനുള്ള സാധ്യത. നിലവിൽ AICCയുടെ സമര പരിപാടികൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ജനങ്ങളുടെ ഇടയിൽ ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കണം, മാത്രവുമല്ല കേരളത്തിലെ 1-2 വേദികളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സമരങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കോൺഗ്രസിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തുടരുമ്പോൾ തന്നെയാണ് ഭരണമേറ്റ് 3 മാസം പിന്നിട്ടിട്ട് പോലും ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്ക് ചെയർമാൻമാരെ കണ്ടെത്തുവാൻ ഇതുവരെയായും UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കഴിഞ്ഞ UDF യോഗത്തിൽ ബോർഡ് കോർപ്പറേഷൻ പദവികൾ ആർക്കൊക്കെ പങ്കുവയ്ക്കണം, ആർക്കൊക്കെ നൽകണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായി എങ്കിൽ തന്നെയും പ്രധാന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും UDFൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടൊക്കെ തന്നെ ഇതിൽ തർക്കങ്ങളുണ്ട്. ഒപ്പം തന്നെ ക്യാബിനറ്റ് പദവിയുള്ള ചില പോസ്റ്റുകളുണ്ട്. അത് ഭരണപരിഷ്കാര കമ്മീഷൻ, ഒപ്പം തന്നെ നോർക്ക റൂട്ട്സിൻ്റെ ചുമതല ഉള്ള പദവി, ഇതൊക്കെ തന്നെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്ന പദവികളാണ്. ഈ പദവികളൊക്കെ നൽകുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളും എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്. അതിനെല്ലാം ഉപരിയാണ് ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ കണ്ടെത്തുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും കോൺഗ്രസിൽ ഇതിനു വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ച് നിരവധിയായ നേതാക്കന്മാർ എത്തുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു മാനദണ്ഡം അവർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ MP-മാർ MLA-മാരായി വിജയിച്ചവർ, അല്ലെങ്കിൽ MP-മാരും MLA-മായവർ ഇപ്പോൾ മത്സരരംഗത്തില്ലാത്തവർ, അവർക്ക് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MP-മാർക്കും മുൻ MP-മാർക്കും MLA-മാർക്കും യാതൊരു കാരണവശാലും ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരുടെ പദവി നൽകരുത് എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഒക്കെ തന്നെ ഭാരവാഹിത്വം വഹിച്ച ആളുകളായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി വേണം ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരുടെ പദവി നൽകേണ്ടത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇതെല്ലാം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്, അത് ഉടൻ തന്നെ നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചർച്ച എന്നുള്ളത് ക്രിയാത്മകമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശരി ബിനോയ്, എന്തായാലും KPCCയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ ഒരു തർക്കം അത് തീർക്കുന്നതിനായി ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ വേണ്ടിവരും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അധ്യക്ഷ പദവിയിൽ മാത്രമല്ല, ഇത്തരത്തിൽ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ അടക്കമുള്ള പദവികളിലുള്ള ആളുകളെയാണ് സാധാരണ ഈ ഒരു ബോർഡ് കോർപ്പറേഷൻ അംഗത്വങ്ങളിലേക്ക് പരിഗണിക്കുന്നത്. MP-മാർ MLA-മാർ പദവികളിൽ ഇരിക്കുന്നവരെ ഒന്നും പരിഗണിക്കേണ്ട എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു നിലപാട്. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ DCC അധ്യക്ഷന്മാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും KPCC അധ്യക്ഷനടക്കമുള്ളവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളതിനാൽ തന്നെ വളരെയധികം പദവികളിലേക്ക് ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി.